നമസ്കാരം, സിമ്പിൾ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് സോയാ ചങ്ക്സും ഗ്രീൻ പീസും ഉപയോഗിച്ചുള്ള ഒരു കറി തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: സോയാ ചങ്ക്സ് ഒരു 10 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ കുതിർത്ത് അതിനുശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് വെക്കുന്നത് 1 കപ്പ്. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഗ്രീൻ പീസ്, 1 കപ്പ് ഗ്രീൻ പീസ്. പിന്നെ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് വേണം. കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണം. ഇനി ഈ സോയാ ചങ്ക്സ് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് കുതിർത്ത് അരച്ചെടുത്ത സോയാ ചങ്ക്സ് എടുത്ത് വെക്കാം. അതൊരു വലിയ കപ്പ് ഉണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. അധികം നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായി വഴറ്റി കൊടുക്കാം. അതിലേക്ക് ലേശം ഉപ്പൂടെ ചേർത്ത് വഴറ്റാം. സവാള നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കുക. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇതിനോടൊപ്പം ഇട്ട് വഴറ്റുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് ആവശ്യത്തിന് ചേർക്കാം. ഇതിപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു നുള്ള് ചെറുജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം അധികമാകരുത്, 1 നുള്ള് മതിയാവും. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. വഴറ്റുക. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കാം. പൊടിയുടെ പച്ചമണമെല്ലാം പോയി കഴിയുമ്പോൾ ആറിയതിന് ശേഷം ഇത് നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് അരയ്ക്കുന്നതിന് മുമ്പായി കശുവണ്ടി പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ചേർത്ത് അരച്ചെടുക്കാം. ഇനിയും പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ക്യാരറ്റ് ചേർക്കാം. അതിലേക്ക് മിക്സ് ചെയ്ത സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ആവശ്യത്തിന് പാകത്തിന് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ഓണാക്കി നന്നായി ഇളക്കി യോജിപ്പിക്കുക. എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കറി നന്നായി
തിളയ്ക്കാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നന്നായി തിള വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അധിക നേരം തിളപ്പിക്കേണ്ട. ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ചെറുതായി ചൂട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കറി ചൂടോടെ വിളമ്പി ഉപയോഗിക്കാവുന്നതാണ്.